സ്റ്റീപ്പൻ ചേട്ടോ ലോട്ടറി അടിച്ചെന്ന് കേട്ടല്ലോ, ശരിയാണോ? ആ അടിച്ചില്ലേ? ആണോ? 5000 രൂപ. അതിൻ്റെയും കമ്മീഷൻ പിടിച്ചിട്ടാ ബാക്കി തന്നത്. അത് ശരി. എത്രയാ കമ്മീഷൻ പിടിച്ചേ? 100 രൂപ. 200 രൂപയ്ക്ക് ലോട്ടറിയും. അതടിച്ചാ ഭാഗ്യം. ആ കടയിൽ മൊത്തം ടിക്കറ്റ് എടുക്കണം, അപ്പൊ കിട്ടും 1ാം സമ്മാനം. ആ കിട്ടും. ആ ഏജൻസിയിൽ അത്രയും ടിക്കറ്റ് ഇരുന്നിട്ട് കഴിഞ്ഞ ദിവസം അടിച്ചതേ 100 രൂപയാ. കഷ്ടം തന്നെ. ടിക്കറ്റിന്റെ സമ്മാനമൊക്കെ കുറച്ചെന്നേ. ആണോ? സമ്മാനം കുറച്ചാലേ ഗവൺമെന്റിന് ലാഭം ഉണ്ടാകത്തുള്ളൂ ചേട്ടാ. അത് മാത്രല്ലെന്നേ, ഞാൻ 3 ജില്ലയിലുള്ള ടിക്കറ്റ് കൊടുക്കും. ആലപ്പുഴയിൽ നിന്ന് എടുത്താൽ കാസർഗോഡ് അടിക്കും, കൊച്ചിയിൽ നിന്ന് എടുത്താൽ കൊല്ലത്തും അടിക്കും. എപ്പോഴും പട്ടാമ്പി, ഇരിങ്ങാലക്കുട, തിരുവനന്തപുരത്തും അടിക്കും. ഞാൻ വേറെ എവിടെ നിന്നെങ്കിലും എടുത്താലോ അന്ന് ചേർത്തലയിലും അടിക്കും. ഷോ, ഇങ്ങനെ ടിക്കറ്റ് എടുത്താൽ ഇങ്ങനെ കുടുംബം കഴിയും ചേട്ടാ. ചേച്ചിയും പിള്ളേരും പട്ടിണിയായി പോവില്ലേ? അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ലല്ലേ. കുടുംബത്തെ ആവശ്യമായ സാധനങ്ങൾ വാങ്ങിയിട്ട് ബാക്കി കാര്യം. ചിലപ്പോൾ ചില്ലറ പറക്കും. ചില്ലറ പറക്കി ടിക്കറ്റ് എടുക്കുവോ? അങ്ങനെയുണ്ട്. അതിരിക്കട്ടെ, ലൈല എന്താ വന്നത്? ചേച്ചിയെ ഒന്ന് കാണണം, കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്. റോസിയേ, എടി റോസിയേ. എന്താ മനുഷ്യ കൂവുന്നേ? ആ ലൈലയോ, നീ എപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ ചേച്ചി. അല്ല, നമുക്കിന്ന് മീറ്റിങ്ങിന് പോണ്ടേ? ഓ, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ. നീ ഇരിക്ക്, ഞാൻ ദേ വരണു. ലൈല, നിന്റെ ഭർത്താവ് വിളിക്കാറില്ലേ? എപ്പോഴാ നീ വരണേ? പിന്നെ എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. അടുത്ത മാസം വരുമെന്നാ പറഞ്ഞേ. പോകല്ലേ? അപ്പോ ഇവിടെ തന്നെ ഉണ്ടാവണം കേട്ടോ, അല്ലാതെ വല്ല ലോട്ടറി എടുക്കാൻ പോയേക്കല്ലേ. പോടി പോടി പോയി നിന്റെ കാര്യം നോക്ക്. ഞാനിവിടെ തന്നെ ഉണ്ടാവും. എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങൾ? ഓ, അങ്ങനെയൊക്കെ പോണില്ലേ. പിള്ളേരൊന്നും കണ്ടില്ലല്ലോ. സ്റ്റെഫിൻ ക്രിക്കറ്റ് കളിക്കാൻ പോയി, സ്റ്റെല്ല ട്യൂഷന് പോയി. ഇന്ന് ഞായറാഴ്ച. ഓ, അത് ശരിയാണല്ലോ. നിന്റെ വീട്ടിൽ ഇപ്പൊ ആരൊക്കെ ഉണ്ടല്ലേ? പിള്ളേര് വീട്ടിലുണ്ട്, പിന്നെ ഉമ്മച്ചി ഉണ്ടല്ലോ. ഈ ലോട്ടറി ഒന്ന് അടിച്ചേക്കണേ. നോക്കട്ടെ ലോട്ടറി ഒന്ന് നോക്കട്ടെ. ലോട്ടറി നോക്കാലോ. അടിച്ചല്ലോ എന്റെ കർത്താവേ. 5 ലക്ഷം. പിതാവേ, എന്റെ പ്രാർത്ഥന ഫലിച്ചോ? റോസി, എടി റോസി, എനിക്ക് 5 ലക്ഷം ലോട്ടറി അടിച്ചിട്ട്. നമ്മുടെ ഭാഗ്യ. അതെ, ഇത് എന്റെ ഭാഗ്യാടി. ഞാനെന്തല്ലേ പറഞ്ഞല്ലേ എനിക്ക് ലോട്ടറി അടിക്കുമെന്ന്. കർത്താവ് കരഞ്ഞേ. നീ എന്താ പറഞ്ഞേ? കർത്താവിന് ലോട്ടറി അടിപ്പിക്കലല്ലേ പണിയുന്ന. ഇപ്പോഴോ? ഓ, ഇപ്പൊ ഞാനങ്ങനെ പറഞ്ഞതാ കുഴപ്പം. എനിക്ക് സാരി, മോന് സൈക്കിളും സ്റ്റെല്ലക്ക് ഫീസും കൊടുക്കണം. ഓ, അതിനിപ്പോ ഇതിന് എന്നാ കിട്ടാനാ? 35% ടാക്സും പോയിട്ട് പിന്നെ എന്നാ ഇരിക്കണ്? 2,65,000 രൂപ കിട്ടും. ബാക്കി അവര് കൊണ്ടുപോകും, ഗവൺമെന്റുകാരെ. ഓ, അപ്പൊ അങ്ങനെയാണോ? ഞാൻ വിചാരിച്ച മൊത്തം കിട്ടുമെന്ന്. ആ, കിട്ടും. ലോട്ടറി അടിച്ചു. അത് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ. ഞാൻ പറഞ്ഞത് ചെയ്തിട്ടുണ്ട്. ശരിയാണ് അച്ചായ, കർത്താവ് കാക്കും. ഇനിയും ലോട്ടറി എടുക്കണേ.
ഇതെന്താ കടയൊക്കെ അടച്ചിട്ടിരിക്കണോ? ഇവിടെ നിന്ന് ആരും കാണുന്നില്ല. ലോട്ടറി എടുക്കേണ്ട ദിവസമായിരുന്നു. ആ സമയത്ത് തന്നെ കോട്ടയം പച്ചിട്ടിട്ട് എവിടെ പോയത്? തല്ലിയോട് പൊളിക്കണാണ് ചെയ്യേണ്ടത്, മനുഷ്യനെ ഭ്രാന്താക്കാനായിട്ട്. എന്താ എവിടെ പോയി ചത്തത്? ഇവിടെ എന്താണ് ഒരു ഒറ്റ ലോട്ടറിക്കാരൻ പോലും കാണുന്നില്ല. ആ സ്റ്റീഫൻ ചേട്ടനല്ലേ കിടക്കുന്നത്? എന്താ സ്റ്റീഫൻ ചേട്ടാ? ഇതെന്താടാ ലോട്ടറിക്കാരെല്ലാവരും ചത്തോ? ലോട്ടറി അല്ലേ, ഇന്ന് അവധിയാ. അവന്റെ ഒരു അവധി. ചേട്ടാ ഇന്നല്ലേ അവധി, നാളെ കട തുറക്കുമല്ല. എടാ ഷിബു, ഇന്നെനിക്ക് 1ാം സമ്മാനം അടിക്കുമായിരുന്നു. ഓ പിന്നെ ഭ്രാന്ത് പിടിച്ചിരിക്കണ നേരത്താണ്. ഒന്ന് പോടാ. ആ എന്ത് ഭ്രാന്തെങ്കിലും കാണിക്ക്, ഞാൻ പോവുക. ആ ഇങ്ങനെയും കുറേ ലോട്ടറി ഭ്രാന്തന്മാരുണ്ട്. ആ അതും ആവശ്യമാണ്.